അനു രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വീട്ടു ജോലിയൊക്കെ ചെയ്ത ശേഷം അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോകും. അനുവിന്റെ അമ്മ ലത ഒരു ഹൃദ്രോഗിയാണ്. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. കുഞ്ഞുങ്ങളായ അനുവിനെയും അനിയത്തിയെയും ലത വീട്ടുജോലി ചെയ്തിട്ടായിരുന്നു നോക്കിയിരുന്നത്. ലതയ്ക്ക് അസുഖം വന്നതിനു ശേഷം ജോലിക്ക് പോകാൻ പറ്റാതെയായി. അതിനുശേഷമാണ് അനു ജോലിക്ക് പോവാൻ തുടങ്ങിയത്. പക്ഷേ ആ വീട്ടുജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എവിടെയും തികയില്ലായിരുന്നു. അമ്മയുടെ ചികിത്സ, അനിയത്തിയുടെ പഠനം, വീട്ടുചെലവ് എല്ലാം കൂടെ ഒരു മല പോലെ അവളുടെ തോളിലമർന്നു. അനു ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു മധ്യവയസ്കൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മക്കളൊക്കെ വിദേശത്ത്, കോടീശ്വരൻ. അനുവിന്റെ കഷ്ടപ്പാടുകൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാണാൻ സുന്ദരിയായിരുന്ന അനുവിനോട് അയാൾക്കൊരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അയാൾ അനുവിന്റെ അടുത്ത് ചെന്ന്, "മോളെ, നീ വളരെയധികം കഷ്ടപ്പെടുന്നു. നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു." ഇങ്ങനെ പറഞ്ഞു അയാൾ അനുവിന് ചായയും പലഹാരങ്ങളും നൽകി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ പെരുമാറ്റം കുറച്ചു കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി. ഒരു ദിവസം അയാൾ പറഞ്ഞത് കേട്ട് അനു ഞെട്ടിപ്പോയി. "നീ എന്നെ വിവാഹം കഴിക്കൂ. നിന്റെ വീട്ടിലെ കഷ്ടപ്പാടെല്ലാം ഞാൻ മാറ്റിത്തരാം. അമ്മയ്ക്ക് മികച്ച ചികിത്സ, അനിയത്തിക്ക് മികച്ച പഠനം, നല്ല വീട്, ഇതൊക്കെ തരാം." അവളുടെ മനസ്സ് മുഴുവൻ നീറിപ്പുകയാൻ തുടങ്ങി. അച്ഛന്റെ പ്രായമുള്ള ആളെ എങ്ങനെ താൻ വിവാഹം കഴിക്കും? പക്ഷെ താൻ അദ്ദേഹത്തെ വിവാഹം ചെയ്താൽ തൻ്റെ അമ്മയ്ക്ക് നല്ല ചികിത്സ കിട്ടും. അനിയത്തിയുടെ ഭാവി, അവളുടെ ജീവിതം തന്നെ പോലെയാവരുത്. അങ്ങനെ തൻ്റെ കുടുംബത്തിന് വേണ്ടി അനു അയാളെ വിവാഹം ചെയ്യുന്നു. ആരും അറിയാത്ത ഒരു രജിസ്ട്രേഷൻ വിവാഹം. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അയാളുടെ സ്വഭാവം അവൾക്ക് മനസ്സിലായത്. എപ്പോഴും അവളെ സംശയം. തനിച്ചു പുറത്തു പോവാൻ അനുവാദമില്ല. വീട്ടിൽ പൂട്ടിവെക്കൽ. തൻ്റെ അമ്മയെയോ അനിയത്തിയെയോ കാണാൻ പോലും അവളെ അനുവദിച്ചിരുന്നില്ല. അയാളുടെ വാഗ്ദാനങ്ങളും പാലിച്ചില്ല. അവളുടെ മനസ്സ് പിടയുകയായിരുന്നു. എങ്ങനെ രക്ഷപ്പെടും? തൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നിയിരുന്നു. അനുവിനെ കാത്ത് ലതയും മകളും പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത്രയ്ക്കും മോശമായിരുന്നു അവരുടെ അവസ്ഥ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അനുവിനെ കാണാൻ അവളുടെ അനിയത്തി വന്നു. അവളെ കണ്ടതും അനു പൊട്ടിക്കരഞ്ഞുപോയി. "മോളെ, എന്താ നിന്റെ കോലം? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല." "ചേച്ചി, അമ്മയ്ക്ക് ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ?" അവളുടെ ശബ്ദമിടറി. അത് കേട്ട അനു ഞെട്ടി. "മോളെ, അമ്മയ്ക്ക് എന്താ പറ്റിയേ?" "ചേച്ചി പോന്നതിൽ പിന്നെ അമ്മയ്ക്ക് മരുന്നൊന്നും കിട്ടിയിട്ടില്ല. ദിവസങ്ങൾ കഴിയും തോറും അമ്മയുടെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുക. ചേച്ചി, അമ്മയെ കൂടെ പോയാൽ എനിക്കാരുമില്ലാതെയാകും." അവളുടെ കണ്ണു നിറഞ്ഞു. "ഞാൻ വരാം മോളെ. ആദ്യം നീ ഈ ഭക്ഷണം കഴിക്ക്." അനു നേരെ ചെന്ന് തൻ്റെ ഭർത്താവിനോട് തൻ്റെ അമ്മയെ കാണാനും അമ്മയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം തരണമെന്നും അപേക്ഷിച്ചു. എന്നാൽ അയാൾ
നീ എൻ്റെ ഭാര്യയാണ്. നിനക്ക് വേറെ ആരുമില്ല. നീ എങ്ങോട്ട് പോവുകയുമില്ല. അയാൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തി. ആദ്യമൊന്ന് പതറിയെങ്കിലും അനു ആത്മധൈര്യം വീണ്ടെടുത്ത് ശബ്ദമുയർത്തി ചോദിച്ചു, എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളാമെന്ന ഒരു ഉറപ്പ് നിങ്ങൾ തന്നതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചു. എന്റെ അമ്മയെയും അനിയത്തിയെയും മരണത്തിനിട്ടുകൊടുത്തിട്ട് ഒരു ജീവിതം എനിക്ക് വേണ്ട. ഞാൻ പോകുന്നു. അനു മുൻപോട്ടു നടന്നപ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ താലി കെട്ടിയ പെണ്ണ്. എന്റെ അനുവാദമില്ലാതെ നീ ഇവിടെ നിന്ന് പോകുമോ? അനുവിന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. തന്റെ കഴുത്തിലെ താലിച്ചരട് വലിച്ചു പൊട്ടിച്ചു അയാളുടെ മുഖത്തേക്കിട്ടു കൊടുത്തു അവൾ. ഇതാ നിങ്ങളുടെ താലി. ഇനി ആ ഭാരം കൂടെ ചുമക്കാൻ എനിക്കാവില്ല. അവളുടെ ആ ഒരു നീക്കം അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനിയത്തിയുടെ കൈ പിടിച്ച് അനു തല ഉയർത്തിപ്പിടിച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി.